ഏതൊരു മഹാന്റെ ഓർമ്മയിൽ ആണ് ഒത്തുകൂടിയത്. ആ വ്യക്തി, അതായത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനാധ്യാപകൻ മാഷിലെ അനുശോചനത്തിലാണ് നമ്മൾ ഒത്തുകൂടിയത് കാണുന്നത് തന്നെ. മരിച്ചതിന് ശേഷം അദ്ദേഹം കൂടുതൽ സ്മരിക്കപ്പെടാൻ പോകുന്നതിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. പല ആളുകളും പ്രത്യേകിച്ച് ഒരു വാക്കിനപ്പുറത്തേക്ക് പോകാത്ത കാലത്ത് ഇനി തന്നെ നമുക്ക് തന്നെ തോന്നുകയാണ് സ്വാഭാവികമായിട്ടും. മുജീബിലൊക്കെ ഒരു വാക്കില്ലാതെ ഈ ഒരു സംഗതിയാണ് പ്രകടമായി വന്നത്. അദ്ദേഹത്തെ ഇപ്പം നമുക്ക് മുന്നേയുള്ള നമ്മെ പഠിപ്പിച്ച അധ്യാപകർ മരിച്ചു പോയിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും നമ്മളെ ഇത്തരത്തിൽ നമ്മളെ ചിന്തിപ്പിച്ചിട്ടില്ല. നമ്മുടെ പ്രിൻസിപ്പൽമാർ മരിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ പ്രധാന അധ്യാപകർ മരിച്ചു പോയിട്ടുണ്ട്. ഹൈസ്കൂൾ കാലത്ത് ഒരെച്ചം മാത്രം നമ്മെ ഇത്രമേൽ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളിൽ ഉണ്ടാക്കിയ സ്വാധീനം ചിലറിയുന്നു. നമ്മളെന്നല്ല, കഴിഞ്ഞ ദിവസം നല്ല MJ സ്കൂളിൽ നമ്മൾ ഈ മൊയ്തീൻ മാഷ് സ്കൂളിൽ കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം അനുശോചന യോഗത്തിൽ സംസാരിച്ച നമ്മുടെ അബ്ദുള്ള മാഷൊക്കെ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അദ്ദേഹം 1979 MJ സെക്കൻഡറി സ്കൂൾ സ്ഥാപിച്ച സമയത്ത് നമ്മുടെ മാനേജറുടെ ഏറ്റവും വലിയൊരു തീരുമാനമായിരുന്നു ഏറ്റവും മികച്ച ഒരു പ്രധാന അധ്യാപകനെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഈ 2 സ്കൂളുകൾ ക്ലാസ് എടുത്തിരുന്നു അദ്ദേഹം. പിന്നെ ചന്ദമല സ്കൂളും പൂവമ്പായി സ്കൂളിലും അധ്യാപകനായി ജോലി ചെയ്ത മൊയ്തീൻ മാഷെ തന്നെ കൊണ്ടുവരണം എന്നുള്ളത് ഈ പിന്നെ നമ്മുടെ അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള തീരുമാനമായിരുന്നു ഏറ്റവും വലിയ ഒരു MJ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് എന്നാണ് ആ വേദിയിൽ വെച്ച് സംസാരിച്ച പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞത്. ഒരു നാട്ടുകാരനായ അധ്യാപനം വേണ്ട എന്നും അന്ന് തീരുമാനമായി. അപ്പോൾ മൊയ്തീൻ മാഷെക്കുറിച്ചുള്ള അറിവ് ആ സമയത്ത് തന്നെ PP അദ്രീമ മാഷക്കും MJയുടെ അന്നത്തെ കമ്മിറ്റിയിലുണ്ടായിരുന്ന നമ്മുടെ ഈ പിന്നെ ഇന്നും നമ്മുടെ കഴിഞ്ഞ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ പോക്കരി മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ഭയങ്കരമായിരുന്നു. കാരണം അത്രയ്ക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ നല്ല കെൽപ്പുള്ള ഒരാളെന്നുള്ള നിലക്ക് ഇങ്ങോട്ട് ക്ഷണിച്ച് കൊണ്ടുവരിക ചെയ്തു, മറ്റൊരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾ ഇവിടെ എത്തിയതിന് ശേഷം അവർ പറയുക, ഒരു ദിവസം പോലും ഒരു 9 മണിക്കോ 10 മണിക്കോ മൊയ്തീൻ മാഷ് നമ്മളാരെങ്കിലും രാവിലെ 7 മണിക്ക് അദ്ദേഹം സ്കൂളെത്തും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ അറിഞ്ഞിരിക്കുകയാണ്, നമ്മൾ കണ്ടിട്ടില്ല. കാരണം മൊയ്തീൻ മാഷ് വരുന്നതും പോകുന്നതും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും പോയതിന് ശേഷം മാത്രമേ മൊയ്തീൻ മാഷ് പോകുള്ളൂ. അത് ആ സമയത്തേക്ക് വളരെ വൃത്തിയായി ഒരുങ്ങിയ മുടിയൊക്കെ വാർന്നു നിൽക്കുന്നത് ഞാൻ വേറൊരാൾക്ക് അങ്ങനെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടില്ല. ഓർമ്മല്ലേ? അങ്ങനെയുള്ള ആ ഒരു നമ്മെ സമയത്തോളം ഒരു UP സ്കൂള് എന്ന് പറയുന്ന എൻ്റെ മൂർക്കോണ്ട് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിങ്ങോട്ട് 7ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ പേടിയാണ്. MJയിലേക്കാണ് പോകാനുള്ളത്. ആടൊരു എച്ചമുണ്ട്, എൻ്റെ കുരുത്തക്കോടൊന്നും ഇനി നടക്കൂല എന്നുള്ള രീതിയിലാണ് അന്ന് അവിടുത്തെ മാഷുമാരെന്നെ പറയും. ആലോചിച്ച് നോക്കണം, നമ്മുടെ UP സ്കൂളിൽ തന്നെ MJ സ്കൂളും അതാ എൻ്റെ ക്ലാസ്മേറ്റ് ആയുള്ളത് UPയിൽ വേറെ ആരും എൻ്റെ കൂടുതലുമില്ല. ഓർക്കല്ലേ? മൂർക്കംകുണ്ട് സ്കൂളിൽ നിന്ന് അപ്പോൾ അടങ്ങിയോ എന്നുള്ളത് പിന്നെ ഓക്കെ. അപ്പോൾ ഏതായാലും അങ്ങനെ അവിടെ നിന്ന് പറയല അങ്ങനെ അത്ര. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങോട്ട് വരുമ്പോൾ വാപ്പയ്ക്കൊക്കെ എൻ്റെ വാപ്പയൊക്കെ ഉള്ള ഒരു സമാധാനം MJയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ എല്ലാവരെയും വാപ്പന്മാർക്കുള്ള സമാധാനം. നമ്മളെ ചേർക്കാൻ കൊണ്ടുപോകുന്ന MJയിലാണ് എൻ്റെ എല്ലാ അലമ്പും അതോടെ നിൽക്കുന്നുണ്ട്. സത്യമായത് ഒരു മനുഷ്യൻ അവരായിരക്കണക്കിന് ആളുകളെ ഇങ്ങനെ ഇത്ര പിന്നെ കർക്കശമായി ഒരു ചൂണ്ടുവിരൽ നിർത്താനുള്ള ആജ്ഞാശക്തിയുള്ള ഒരു വ്യക്തിയെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. കേട്ടോ, ഒരാളെ എനിക്ക് കാണുകയില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഇനി എന്തൊക്കെ വിയോജിച്ചു. നമ്മളെ ഒരു ക്ലാസ്സിലെ ഗ്രൂപ്പ് പോലും സുഹൃത്ത് പോലും അദ്ദേഹത്തോടുള്ള വിയോജിപ്പോട്ടായിരുന്നു ഇറങ്ങിപ്പോയത്. പക്ഷേ അയാളത് മരണാനന്തര ചടങ്ങിൽ അയാൾ മുഴുവനുള്ള കാണുകയും ചെയ്തു എന്നുള്ളത് വേറൊരു കാര്യം. അത് ചില ആളുകളെ ചില വാക്കുകളുടെ കാര്യമൊന്നും അയാളെ കർമ്മത്തിലുണ്ടാവില്ല കേട്ടോ. അല്ല അവൻ മുഴുവൻ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും പോട്ടെ, ആരോട്ടെ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. MJ സ്കൂൾ വിട്ട് റിട്ടയർ ആയതിനു ശേഷം എല്ലാ ആളുകളും MJ എന്നല്ല ഏത് ജോലി സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം വീട്ടിലിരിക്കുന്ന പകരം 10 സ്കൂളാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. 10 വിദ്യാലയങ്ങൾ. അപ്പോൾ അതിൽ പിന്നെ റിട്ടയർ ആയതിന് മുന്നേ മാഷ് കുറച്ച് സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ടായിട്ട് കൂടിയാണെന്ന് തോന്നുന്നു സൗദി അറേബ്യയിൽ പോയത്. അവിടെയും വലിയ 6 വർഷക്കാലയളവോളം ജോലി ചെയ്ത് പിന്നെ റിട്ടയർ ആകാനുള്ള സമയത്താണ് ഇവിടെ വന്നത്. അപ്പോൾ ആ സമയത്തൊന്നും കുട്ടികളൊന്നും ഏറ്റത്ര ഇടവൈകിയൊന്നുമല്ല. റിട്ടയർ ആയതിനു ശേഷം പിന്നെ നമ്മുടെ സമീപത്തെ പ്രധാനപ്പെട്ട എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെയും ക്ഷണിക്കപ്പെട്ട അധ്യാപകനായിരുന്നു. ഏറ്റവും നല്ല ഇംഗ്ലീഷ് അധ്യാപകൻ എന്നുള്ള പേരിൽ മൊയ്തീൻ മാഷുള്ള നമ്മൾ കാണും.
അപ്പോൾ എപ്പോഴും നമുക്ക് പലർക്കും ഈ മൊയ്തീൻ മാഷിലെ ഇങ്ങോട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ MJ കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ അനുസ്മരണം അനുമോദനമൊക്കെ വേണമെന്നുള്ള ആ ഒരു ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് എന്നതിനേക്കാൾ അപ്പുറം MJയോടുള്ള വല്ലാതൊരു MJയായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം അന്നുണ്ടാക്കി വെച്ച ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇന്നും അന്നും ഒക്കെ ഞാനുണ്ട് എന്ന് അറിയിക്കാനൊക്കെ ഉള്ള വ്യഗ്രത എപ്പോഴും നമ്മൾ അദ്ദേഹത്തെ കണ്ടാണ്. അതുകൊണ്ട് നമ്മളോടൊക്കെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആരാ അങ്ങനെ പോയതിന് ശേഷം റിട്ടയർ ആയതിനു ശേഷം നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ അന്നിൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ കുറിപ്പിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അന്ന് ഭയങ്കര ഒരു ഭാഗ്യം എനിക്ക് അന്നൊരു വല്ലാത്തൊരു മുജീബ് ആ സംഗതി ഇട്ട സമയത്ത് എനിക്കങ്ങനെ ഒരു മരണ വാർത്ത ഉണ്ടാവില്ല, ഒരു ഉൽക്കവും ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മുടെ വീട്ടിലൊരാൾ പോലെയാണെങ്കിൽ പക്ഷെ എന്നെ വിളിച്ച് തലയിൽ പറഞ്ഞ ആ വാക്കാണ് എനിക്ക് മരണം വരെ പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നവരെ എനിക്ക് ക്ലാസ് എടുക്കണോ, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാനിപ്പോൾ പോകുന്ന സ്കൂളിൽ പൈസ വാങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ആ മനുഷ്യൻ അന്ന് ഫോൺ കട്ട് ചെയ്ത്. യെസ്, അന്ന് രാവിലെ ഏതോ പരിപാടിക്ക് പോകാൻ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സമയത്താണ് പിന്നെ മോനെ വിളിക്കാതെ ഞാൻ വിചാരിച്ചു ഇത്ര മനുഷ്യൻ ഒരാളുടെ ഒരു സ്വഭാവത്തിൻ്റെ അകത്ത് ഇത്ര വിപരീതമായൊരു ഹൃദയമുണ്ട് നമ്മൾ വിചാരിക്കില്ല. അത്രയും കല്ലായൊരു മനുഷ്യനായിരിക്കും മൊയ്തീൻ മാഷ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു അധ്യാപനം ഇല്ലാത്ത അത്രയും ഹൃദയത്തിൻ്റെ വലിപ്പമുള്ള ഒരു മനുഷ്യനായിരുന്നു, അധ്യാപനായിരുന്നു എന്നുള്ളതാണ് മൊയ്തീൻ മാഷിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് നമ്മൾ പിന്നീടുള്ള സമയത്തൊക്കെ MJയിൽ പല സ്ഥലത്തെയും കുട്ടികളെ MJയിലൊരു കുട്ടിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു സ്വീകാര്യതയും ആ ഒരു നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ ഭയങ്കരമായി അദ്ദേഹം സൂക്ഷിച്ചു എന്നുള്ളതാണ് ഒരു കാര്യമാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ അന്ന് തന്നെ എൻ്റെ സുഹൃത്തിനെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സ്കൂളുകാർ അതിന് വേണ്ടിയുള്ള അറ്റൻഷനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്തായ മധുവിനോട്. അപ്പോൾ അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഏതായാലും നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തെ ഇത്ര സ്വാധീനിച്ച ഇങ്ങനെ പിന്നെ ആഴത്തിലൊരു നാട്ടും പുറത്തെ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. MJ സ്കൂള് ആ വാക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് തോന്നാം. മൊയ്തീൻ മാഷ് വിരിച്ച പായയിലാണ് പിന്നീട് MJ ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നോട്ട് നിന്നത് എന്ന് പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഇന്നും ആ ഒരു പേരിൽ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് ജില്ലയിൽ എൻ്റെ ഓർമ്മയിൽ 400ഓളം 500ഓളം സ്കൂളുകളുണ്ട്, ഹൈസ്കൂളുകളുണ്ട്, 700ഓളം ഹൈസ്കൂളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സ്കൂൾ മാത്രമാണ് ഇന്നും ടോപ്പ് ലെവലിൽ കുട്ടികളുള്ളത് MJയിലാണ്. ഇപ്പോൾ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ചക്കാലക്കര സ്കൂൾ കഴിഞ്ഞ വർഷം ഈ വർഷം കുറച്ചുകൂടെ കുട്ടികളെ കൊണ്ടുപോകുന്നത് വേറൊരു സ്കൂൾ MJ, അത് ഏറ്റവും നാട്ടും പുറത്താണ്. ഗതാഗത സൗകര്യമില്ലാത്ത പിന്നെ ഒരുപാട് എത്തിപ്പെടാൻ പ്രയാസമില്ല. പ്രത്യേകിച്ച് വട്ടോളിക്ക് അന്നൊരു പേരുണ്ടായിരുന്നു. MJക്ക് മുമ്പും ബിംബോ എന്നാണ് പറയുന്നത്. MJ സ്ഥാപിച്ചതുകൊണ്ടാണ് വട്ടോളി UP സ്കൂൾ പോലും ഇത്ര സംഘം ചെയ്തത്. ഇവിടേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വട്ടോളി സ്കൂൾ കൊണ്ട് ചേർത്ത് എത്രയോ കുട്ടികളുണ്ട്. ആ ഒരു പേര് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ MJ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിന് ശേഷമൊന്നും പിന്നെ അദ്ദേഹത്തിന് ശേഷം അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായി. ആ സ്വാധീനത്തിൽ തന്നെ ഞാൻ അവരൊന്നും കുറ്റം പറയല്ലേ, അവർക്ക് അത് നിലനിർത്താൻ പറ്റിയെന്നുള്ളത് ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് നിലനിർത്താൻ പറ്റിയെന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവത്തിൽ തന്നെയാണ് MJ ഇന്നും അറിയപ്പെടുന്നത്. കാരണം 91 നമ്മൾ ഇറങ്ങിയ അതേ വർഷം അദ്ദേഹം സ്കൂൾ വിട്ടിറങ്ങിയിട്ടുണ്ട്. എത്ര വർഷമായി നമ്മളിറങ്ങിയ അതേ വർഷം. പക്ഷേ ഇന്നും അത്ര സ്വാധീനിക്കുക ഇനി വേണ്ട സ്കൂൾ വേണ്ട, ഈ പ്രദേശത്തുള്ള ഏതൊരാളോടും നമ്മളൊരു ഏജുള്ള അല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഏജുള്ള ഏതൊരാളോടും അദ്ദേഹം ആരായിരുന്നു ചോദിച്ചാൽ ആൾക്കാർ. എൻ്റെ ഉമ്മയൊക്കെ ഞാൻ ഈ ഒരു മരണവാർത്ത പറഞ്ഞ സമയത്ത് ഉമ്മയ്ക്ക് ഭയങ്കര കരച്ചിലാവുന്നത്. കാരണം എൻ്റെ പെങ്ങളെയും എന്നെയൊക്കെ അന്ന് സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ഞങ്ങൾ വന്ന് പറയുന്ന സ്കൂൾ വിശേഷങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നാഥൻ എന്നുള്ള ഒരച്ഛനല്ല ഒരു ഉപ്പ എന്നുള്ള സ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, നമ്മുടെ ആ കരുത്ത്, നമ്മളൊക്കെ ഇങ്ങനെ നന്നാകുന്നു എന്നൊരു സന്തോഷം നമ്മുടെ ഉപ്പമാർക്ക് അച്ഛന്മാർക്കൊക്കെ അത് വലിയൊരു കാര്യമാണ്. നമ്മളൊന്നും അലമ്പാകുന്നില്ല. അത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ഒരു ഹൈസ്കൂളിലേക്ക് വരുന്ന ഒരു കുട്ടിയെയും ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് സ്കൂളിലേക്ക് തിരിച്ചു പോയപ്പോൾ പറയുന്നത് ബിയാസിന്ന് ഇനി മക്കളെ പഠിപ്പിക്കുന്നില്ല പ്രശ്നം, ഈ മക്കളെ ഇനി മേയ്ക്കണമല്ലോ എന്നാണ്. അത്രമേൽ അലംഭാവും അലസതയും പ്രയാസങ്ങളും അച്ചടക്കരാഹിത്യവും ഉണ്ടാക്കുന്ന ഒരു തലമുറയ്ക്കിടയിൽ അന്ന് എങ്ങനെ സാധിച്ചു എന്നൊരു വിസ്മയത്തെ മാത്രം ആരാധനയോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുള്ളൂ. ഞാൻ നീട്ടുന്നില്ല. ഏതായാലും നമുക്ക് എന്നും മരണത്തിന് ശേഷവും ഒക്കെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബാച്ചിലും അദ്ദേഹത്തിൻ്റെ ഒരു എൻഡോമെൻ്റൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും ഒരു സംഗതി. അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു ആദരവായിരിക്കും. നമ്മുടെ ബാച്ച് ശ്രദ്ധിക്കണം. മുജിയൊക്കെ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള സാധനങ്ങളൂടെ നമ്മുടെ പുതിയ കമ്മിറ്റി ഏൽപ്പിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്കൂൾ MJ ചെയ്യാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥി കൂട്ടായ്മ തന്നെ അവരുടെ ഒരു പേരിൽ ഒരു അനുസ്മരണം കൂടി വെക്കുമെന്നാണ് അന്ന് വേദിയിൽ ഗഫൂർ മാഷ് പ്രഖ്യാപിച്ചത്. അന്ന് MJ സ്കൂൾ അധ്യാപകരും കുറച്ച് ആളുകളാണെന്ന് എത്തിയത്. പക്ഷേ വിപുലമായ പരിപാടി ഇനി ആളുകൾക്ക് തോന്നുകയാണ്, അതിന് അർഹതയുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് പൂരിൽ നടന്ന ആദരണവിനേക്കാൾ ശരിക്കും ആൾക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴാണ്. ശരിക്കും ഒരാൾ ശരിക്കും പോകുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ കൃത്യമായ വില അറിയും. പക്ഷെ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വ്യക്തിക്ക് കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാറില്ല എന്ന വലിയൊരു അപരാധം കൂടെ നമ്മൾ വഹിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഏതായാലും എനിക്ക് അത് പറയാൻ കാരണം ഞാൻ മൊയ്തീൻ മാഷിൻ്റെ പേരിൽ പൂനൂരിൽ നടന്ന പൗരാവലിയുടെ സ്വീകരണത്തിൽ ഒരുപാട് കുട്ടികളെ വന്നു ചേരാമായിരുന്നിട്ടും എത്തിച്ചേരാത്ത ഒരുപാട് ആളുകൾ അഭാവം ഉണ്ടായപ്പോൾ
വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പലപ്പോഴും നമ്മെ തന്നെ മറക്കുന്ന, നമ്മുടെ വേരുകളെ മറക്കുന്ന, നമ്മെ നന്മയുള്ള വഴിയിലേക്ക് നയിച്ചവനെ മറക്കുന്ന സ്വഭാവത്തിന് ഉടമകളായിപ്പോയ ആളുകളുള്ള പ്രയാസം, വേദനയൊക്കെ ആ സമയത്ത് തോന്നിയത്. പക്ഷേ ഇന്ന് അവരിൽ പലരും പറഞ്ഞിട്ടുണ്ട്, മൊയ്തീമാഷ് പോയില്ലേ, മൊയ്തീമാഷ് ഇല്ലല്ലേ എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മെ ഏതായാലും നമ്മുടെ ജീവിതത്തിൽ എത്ര സ്വാധീനിച്ച ഒരു വ്യക്തി ഇനി ഉണ്ടാവില്ല, സംശയമുണ്ട് ആ കാര്യത്തിൽ? ഇല്ല. ഏതായാലും അത്രയും ബഹുമാന്യ ദിവ്യപ്രഭാവൻ്റെ മുന്നിൽ നമ്മൾ ആദര നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പാരത്രിക ജീവിതത്തിൽ ഏറ്റവും നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു അനുശോചനം, ആ കുടുംബത്തിന് എല്ലാവിധ ക്ഷമയും ഈ ഒരു വേദിയിൽ നമ്മളെല്ലാ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി അർപ്പിക്കുന്ന അനുശോചന വാക്യങ്ങളും എല്ലാം എൻ്റെ ഭാഗത്തുനിന്ന് കൂടെ ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.